വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ നോമ്പൊക്കെ ആയിട്ടുള്ള നമ്മുടെ വിശേഷങ്ങളൊക്കെയാണ്. പക്ഷേ ഇന്നിപ്പോൾ ചെറിയൊരു പണി കിട്ടിയിട്ടാണ് ഇതേ രാവിലെ തന്നെ ഇപ്പോൾ കൊണ്ടിരിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് അത്താഴമൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അവധി ദിവസമായതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ടൊക്കെയാണ് എഴുന്നേറ്റത്. അല്ലാത്ത ദിവസങ്ങളിൽ നടക്കാറില്ല, മക്കൾ സ്കൂളിൽ പോകുന്നത് കൊണ്ടും അമ്നുവിൻ്റെ ടൈമിംഗ് അനുസരിച്ച് ഒന്നും നടക്കാറില്ല. ഇന്നിപ്പോൾ അവധിയുള്ളൊരു ദിവസമായതുകൊണ്ട് നോമ്പൊക്കെ ആയതുകൊണ്ട് കുറച്ച് നേരമൊക്കെ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് എല്ലാം കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ്. നോമ്പിൻ്റെ ആദ്യത്തെ ദിവസമൊക്കെ നമ്മുടെ കൂടെ തണുപ്പുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് അതിനൊരു ത്രോട്ട് ഇൻഫെക്ഷൻ ആയിരിക്കുവാണ്. ഇപ്പം ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും ആൾ. അപ്പോൾ ഡോക്ടർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് വീട്ടിലേക്ക് വിടുവാണ്. മെഡിസിനൊക്കെ തന്നു, കറികളൊക്കെ ചെയ്യാൻ പറഞ്ഞു. ത്രോട്ടിൽ ഇൻഫെക്ഷൻ ആയതാണ്. അപ്പം ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ എന്തായാലും വീട്ടിൽ വന്നപ്പോൾ തന്നെ ചെറിയ ചൂടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയും തേനും ഒക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് കുടിക്കാൻ പറയുക. ഭയങ്കര മടിയാണ്. പിന്നെ ഞാൻ പറയുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്, വീഡിയോയിലൂടെ കാണും എന്നൊക്കെ പറയുമ്പം ഇച്ചിരി ബുദ്ധിമുട്ടിയാണെങ്കിലും ഒന്ന് കുടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഈ സമയം അല്ലും അമ്നുവിനെയും വീട്ടിലാക്കിയിട്ടായിരുന്നു പോയത്. തിരിച്ചു വന്നപ്പോഴത്തേക്ക് രണ്ടുപേരും കൂടെ ഭയങ്കര കളിയാണ്. അപ്പം അതിന് എന്തായാലും ഉച്ചയ്ക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റത്തില്ല, കഞ്ഞി എന്തെങ്കിലും കുടിക്കാൻ പറ്റൂ. അപ്പോൾ അല്ലുവിനും അമ്നുവിനുമായിട്ട് ഗീ റൈസ് ഉണ്ടായിരുന്നു, പിന്നെ തലേന്നത്തെ കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അവർക്ക് ഭക്ഷണമെല്ലാം 3 പേർക്കും കൊടുത്ത് ഫ്രഷൊക്കെ ആക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്നു അങ്ങ് ഉറങ്ങി. അമ്നു ഉറങ്ങിക്കഴിയുമ്പോഴാണ് ഇനി എൻ്റെ പരിപാടിയൊക്കെ നടക്കത്തുള്ളൂ. പിന്നെ ഞാൻ വന്ന് ഫ്രഷായിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞു. അമ്നു ഉറങ്ങുന്ന സമയത്താണ് ഇതൊക്കെ നടക്കത്തുള്ളൂ. അപ്പോൾ താഴത്തേക്ക് വന്നപ്പം ഉമ്മ പിന്നെ ഓതുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഉമ്മ ഓതലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഉമ്മാനോട് പറഞ്ഞു, പൊതുവേ എല്ലാ ദിവസവും ഉമ്മക്ക് എന്തെങ്കിലും ഞാൻ വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് നോമ്പായിട്ട്. ഇന്നിപ്പോൾ ഞാൻ ഉമ്മാനോടൊരാഗ്രഹം പറഞ്ഞതാണ്. ഉമ്മ ഉണ്ടാക്കുന്ന ഒരു ഞങ്ങൾ കൊഴുക്കട്ട എന്നാണ് പറയുന്നത്, ഉള്ളിൽ നമ്മൾ തേങ്ങയും ശർക്കരയൊക്കെ വെച്ചിട്ട് അത് ഉമ്മ ഉണ്ടാക്കുന്നത് കഴിക്കാൻ എനിക്ക് എന്തോ ഭയങ്കര ആഗ്രഹം. അപ്പം ഞാൻ പറഞ്ഞു ഉമ്മ അതൊന്നും ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് പിന്നെ നേരെ അതുണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങി. പൊതുവേ ഇങ്ങനെ സ്നാക്സ് ഒന്നും ഉണ്ടാക്കുന്നതിനോട് ഉമ്മക്ക് വലിയ താല്പര്യമില്ല. പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും നിർബന്ധിച്ചിട്ടുണ്ടാക്കി കൊടുക്കുന്നതാണ്. ഉമ്മക്ക് കൂടുതലും താല്പര്യം എന്തെങ്കിലും ഫ്രൂട്ട്സോ അങ്ങനെ ജ്യൂസോ എന്തെങ്കിലും കുടിച്ചിട്ട് നോമ്പ് തുറക്കാനാണ്. അപ്പോൾ മാവെല്ലാം നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്, തേങ്ങയും ശർക്കരയൊക്കെ എടുത്തിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പം നല്ല സോഫ്റ്റായിട്ട് മാവെടുത്തിട്ട് നമ്മൾ ഇതേപോലെ കയ്യിൽ വെച്ച് പരത്തിയെടുക്കും. എന്നിട്ട് നമ്മൾ ഉള്ളിലേക്ക് തേങ്ങയും ശർക്കരയും എല്ലാം കൂടി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഉണ്ടാക്കി എടുത്തിട്ട് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കും. അത്രയേ ഉള്ളൂ. പിന്നെ ഉമ്മമാരുണ്ടാക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒരു ഭക്ഷണം വെറൈറ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ ചിലപ്പോൾ ആഗ്രഹം തോന്നുമല്ലോ. അത് കഴിഞ്ഞിട്ട് എല്ലാം ശരിയായി കഴിഞ്ഞ് ഓക്കെ ആയപ്പോൾ ഉമ്മ നിസ്കരിക്കാൻ പോയി. അപ്പോൾ നേരെ അതും എല്ലാം കൂടെ നിസ്കരിക്കാനൊക്കെ പോയി. ഈ സമയത്ത് അമ്നു നല്ല ഉറക്കമാണ്, എഴുന്നേറ്റിട്ടില്ല. അപ്പം അമ്നു ഉറങ്ങുന്ന സമയത്തെ കുറച്ച് നേരം ഇരുന്ന് ഓതാനൊക്കെ പറ്റത്തുള്ളൂ. പിന്നെ ഒന്ന് വെയിലൊക്കെ താന്ന് ഒന്ന് പുറത്തോട്ട് ഇറങ്ങി. ഇപ്പം ചൂടും നോമ്പൊക്കെ ഉണ്ട്, അങ്ങനെ ഇറങ്ങി ഈ ചെടികളൊന്നും നോക്കാറില്ല, വെള്ളം ഒഴിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ ഇറങ്ങി വന്നപ്പം എൻ്റെ ഒരു മണി പ്ലാന്റ് ഇതേപോലെ ഇങ്ങനെ താഴത്തേക്ക് വളരാൻ തുടങ്ങി. അപ്പം വേറുള്ള പ്ലാന്റ്സിനൊക്കെ ഞാൻ ഇതേപോലെ ഒരു ക്ലിപ്പ് ആമസോണിൽ നിന്ന് മേടിച്ചിട്ട് ഇങ്ങനെ പടർത്തി വിട്ടിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ഭംഗിയിലേക്ക് മുകളിലോട്ട് പോകും. അപ്പോൾ ആ ഒരു പിൻ എൻ്റെ കയ്യിൽ തീർന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു അത് ഓർഡർ ചെയ്താലോ എന്നുള്ള പ്ലാനിൽ ഇങ്ങനെ ചെടിയും നോക്കി നിന്നതാണ്. അപ്പോൾ പുറത്ത് നല്ല കാറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്, വെയിലൊക്കെ ഒന്ന് താന്ന്. അപ്പോൾ ഞാൻ ഉമ്മാനോട് പറഞ്ഞു, എന്നാൽ നമുക്ക് കുറച്ച് നേരം പുറത്തൊന്ന് ഇറങ്ങിയിരിക്കാമെന്ന്. പിന്നെ ചെടിയുടെ ഇടയ്ക്ക് ഞാനൊന്ന് കറങ്ങുവാണ്. അപ്പോൾ ജസ്റ്റ് നോക്കി, ഇപ്പം പേര ചൂടായതുകൊണ്ടായിരിക്കും ഇലയൊക്കെ വാടിത്തുടങ്ങി, കുറേ കായ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇടയ്ക്ക് കുറച്ചൊന്ന് വലുതായിട്ട് എല്ലാം അങ്ങ് കൊഴിഞ്ഞു പോകുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അടുപ്പിച്ച് നല്ലോണം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കായൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്, പക്ഷേ ഇലയ്ക്കൊക്കെ ഒരു വാട്ടമുണ്ട്. പിന്നെ ഞാനിങ്ങനെ പുറത്തിറങ്ങി പൂക്കളുണ്ടായതൊക്കെ നോക്കി, ഉണങ്ങിയ കുറേ ഇലകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പറിച്ച് കളഞ്ഞു. ഞാൻ ഇതൊക്കെ ചെയ്യുന്ന ഗ്യാപ്പിൽ ഒരാൾ ഉറക്കം എഴുന്നേറ്റ് വന്നു. പിന്നെ ഇങ്ങനെ ഒരു പൂ പറിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക്. പിന്നെ ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ ഇങ്ങനെ പടർത്തി വിട്ടിരിക്കുന്ന കുറച്ച് ചെടിയുണ്ട് അവിടെ. അതിനകത്തുനിന്ന് പുതിയ കുറച്ച് ചെടിയൊക്കെ ലെങ്തായിട്ട് വന്ന് കിടപ്പുണ്ട് താഴത്തേക്ക്. എന്നിട്ട് ഞാൻ അകത്ത് പോയി വള്ളിയൊക്കെ എടുത്തിട്ട് വന്ന് അത് വീണ്ടും ഒന്ന് പടർത്തി വിടാമെന്നുള്ള പ്ലാനിൽ ആ പരിപാടിയൊക്കെ ഞാൻ കുറച്ച് നേരം ചെയ്തു. പിന്നെ നമ്മൾ നോമ്പ് തുറക്കാൻ സമയമായപ്പോഴത്തേക്ക് ജസ്റ്റ് അതെല്ലാം കഴിഞ്ഞിട്ട് കയറി വന്നു. അപ്പം ഞാൻ കസ്റ്റർഡ് പ്രിപ്പയർ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് തണുത്തിട്ട് പുറത്തേക്ക് എടുത്തു.
പിന്നെ ഞാൻ കയ്യിലുണ്ടായിരുന്ന ഫ്രൂട്ട്സ് എല്ലാം കൂടി അതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമായിരുന്നു. ഇത് ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ്, എനിക്കും ഭയങ്കര ഇഷ്ടമാണിത്. അപ്പോൾ നോർമലി ഐസ്ക്രീമൊന്നും വെക്കാറില്ല, നമ്മൾ വെറുതെ കസ്റ്റാർഡിൽ ഫ്രൂട്ട്സും നട്ട്സും ഡേറ്റ്സും ഒക്കെ മിക്സ് ചെയ്തിട്ടും കഴിക്കലാണ്. ഇന്നപ്പോൾ ഇത്തിരി ആർഭാടം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഐസ്ക്രീം മേടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ അതും എല്ലാം കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ്, കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ കൊടുക്കാറുമില്ല. അതിൻ്റെ ത്രോട്ടൊക്കെ ആകെ പ്രശ്നമായിട്ടിരിക്കുന്നത് കൊണ്ട്. പിന്നെ കട്ട്ലറ്റ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ മിച്ചമുള്ളത് നമ്മളിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രീസ് ചെയ്ത്. അപ്പോൾ അതും കൂടി ഒന്ന് എടുത്തു പൊരിക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇതൊക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ കൊഴുക്കട്ട റെഡിയാക്കിയത്. ഇനി കസ്റ്റർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ കുറച്ച് ഐസ്ക്രീം കൂടെ വെച്ച് കൊടുക്കണമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ കുറച്ച് കുക്കുമ്പറും ക്യാരറ്റും എല്ലാം കട്ട് ചെയ്തതും ജ്യൂസും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഉമ്മ ഉള്ളത് കൊണ്ടാണ് കുറച്ച് ഇൻട്രസ്റ്റ് ഇത്ര നന്നായിട്ടൊക്കെ ഒന്ന് ചെയ്ത് നോമ്പൊക്കെ മുറിക്കാൻ. അല്ലെങ്കിൽ ഭയങ്കര മടിയാണ് ഒറ്റയ്ക്കായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനും കഴിക്കാനും ഒക്കെ. അപ്പം നോമ്പെല്ലാം തുറന്ന് ഞാൻ നിസ്കാരം എല്ലാം കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര ബഹളം. ഉമ്മി കൊറിയർ വന്നിട്ടുണ്ട്, വേഗം വാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ താഴെ വന്നപ്പം അമ്മുനിക്ക ഓർഡർ ചെയ്ത ഒരു കാറ് വന്നതാണ്. പിന്നെ അത് പൊട്ടിക്കാനുള്ളൊരു ബഹളമായിരുന്നു അവിടെ, 3 പേരും കൂടി തനിയെ പൊട്ടിക്കലും ബഹളമൊക്കെ ആയി. പിന്നെ അത് ഫിറ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് തന്നു. കൊണ്ടുവന്ന് അപ്പം തന്നെ ഫിറ്റ് ചെയ്തില്ല, പിന്നെ അവിടെ ബഹളമാണ്, അന്നും രക്ഷയില്ലാത്ത ബഹളം. അങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്ക് ആൾ ഭയങ്കര ഹാപ്പിയായി, ബാറ്ററിയൊക്കെ ഇട്ട് കൊടുത്തു, അതിൽ പാട്ടൊക്കെ വെച്ചിട്ട് ഓടിച്ച് നടക്കാൻ തുടങ്ങി. പിന്നെ രാത്രിയിൽ ബിരിയാണി ഉണ്ടാക്കാം എന്നുള്ള പരിപാടിയിൽ ഞാൻ കയറി ബിരിയാണി പ്രിപ്പറേഷനൊക്കെ ചെയ്തു. ഈ സമയം നോക്കുമ്പം അമ്മു ആ പുതിയ വണ്ടി കിട്ടിയതിൻ്റെ ആവശ്യത്തിൽ ഒരു രക്ഷയില്ല, പാട്ടൊക്കെ ഇട്ട് അവിടെ ഭയങ്കര ഡാൻസൊക്കെയാണ്. ഇടയ്ക്ക് കുറച്ച് നേരമൊക്കെ അതിൽ കയറി ഓടിച്ചൊക്കെ കളിക്കുന്നുണ്ട്. ഇത് പുതിയത് കിട്ടിയതിൻ്റെ ആവശ്യമാണോ എന്നറിയില്ല, ഭയങ്കര ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ നമ്മുടെ ബിരിയാണിയൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചു. അങ്ങനെ നന്നായിട്ട് ആ ഒരു നോമ്പ് ദിവസം അങ്ങനെ കടന്നുപോയി. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.